പിന്നീട് അങ്ങോട്ടേക്ക് എങ്ങനെയുണ്ട് അങ്ങനെ പോകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവാണ്. അപ്പോ നമ്മള് ആർസിമിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ആളുകൾ വളരെ ഹാപ്പിയാണ്. നല്ല ആരോഗ്യം ഉണ്ടാവുന്നു, സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുന്നു, ധാരാളം ബന്ധങ്ങൾ ഉണ്ടാകുന്നു. വിനോദ സാറിന് വലിയ പ്രത്യേകം പറഞ്ഞു കുറെ കാലത്തെ ഒരു ബന്ധമുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നു. ഇതിപ്പോ 1-ാം തീയതിയാണ്. മറ്റു പ്രത്യേകതയും കൂടി ഉണ്ടെന്ന് എന്താണ് കേരളപ്പിറവി ദിനം കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു ആശംസയും കൂടെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ മാസത്തെ ബിസിനസ്സില് ഡീഗലർ മുതൽ ധാരാളം അച്ചീവേഴ്സ് ഈ ഒരു ടീമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ ഒരു സമയത്ത് അറിയിക്കുന്നു. എല്ലാ മാസവും ഇങ്ങനെ ഒത്തുകൂടുന്ന സമയത്ത് പുതിയ പുതിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാവട്ടെ, പുതിയ പുതിയ ലീഡേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞതുപോലെ ആരോഗ്യമാണ് അല്ലെ. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലത്തും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ മണിമാളികൾ റോഡ് സൈഡിൽ പണിത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മുമ്പിൽ വേറൊരു കാര്യം കൂടെ കാണാം, കുപ്പിയിൽ വെള്ളം നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്താ സാറിന് ഞാൻ ഇവിടെ വന്നപ്പോൾ നോക്കിയായിരുന്നു, കണ്ടിട്ട് കണ്ടത് മറുപടിയിലൂടെ ആളെ കണ്ടു. ഓക്കെ, അപ്പോ അല്ലേ പലരും അവിടെ ഇല്ല. എവിടെയുള്ളത്? വലിയ ഹോസ്പിറ്റലാ, വലിയ നിലയിലാന്ന് പറയുന്നില്ല, എല്ലാം കൊണ്ടും വലിയ നിലയിൽ ICUലൊക്കെയാണ്. നോക്കാൻ ഇഷ്ടംപോലെ ആളൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് കിട്ടും. ഒന്ന് ചോദിച്ചാൽ 2 കിട്ടുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ICU. ഒന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും കിട്ടില്ല. ഒരു ആപ്പിൾ തിന്നാൻ കൊതിയില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഒരു പ്രായമുള്ള ഒരാൾ പറയാണ്, മോനെ എനിക്ക് ഒരു ആപ്പിൾ തിന്നാൻ, അത് അച്ഛാ ഇന്നിപ്പോ ഞാൻ സമയത്ത് നാളെ ഞാൻ മേടിച്ചോണ്ട് തരാൻ പറയും. പക്ഷെ ICUലാണെങ്കിലോ 1 വെച്ച് 2 കിട്ടും. ഞാൻ പറഞ്ഞാൽ ഒരു പടിലക്ഷം പറഞ്ഞു കേട്ടതായിരുന്നു. ICU എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുന്ന സ്ഥലമാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവത്തെ കാണും. അപ്പൊ വരുന്നവരൊക്കെ ദൈവം. നേഴ്സ് വരുമ്പോ അതാണോ ദൈവം വിചാരിക്കും, ഡോക്ടർ വരുമ്പോ ഇതാണോ ദൈവം വിചാരിക്കും. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലെ. അപ്പോ ഈ ഒരു അവസ്ഥയിലേക്കൊന്നും പോകാതെ മനുഷ്യന് പരിപൂർണമായ ആരോഗ്യം കൊടുത്തുകൊണ്ട്, സന്തോഷം കൊടുത്തുകൊണ്ട്, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൊടുത്തുകൊണ്ട്, അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ട്, ധാരാളം ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കൺസെപ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റും ആർസിഎം അല്ലേ. അല്ലേ, എല്ലാം തരുന്ന ഒരു കൺസെപ്റ്റ്, എല്ലാം തരുന്ന ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് ആർസിഎമ്മിനെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ പൊതുവെ ആർസിഎമ്മിന്റെ ക്ലാസ്സുകൾ തുടക്കകാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ ഒരു പുതിയ ആളുകൾക്ക് കൊടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ബിസിനസ് ക്ലാസ് അല്ല ഞാൻ കൊടുക്കുക. ബിസിനസ് പിന്നെ ആദ്യം ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകതയെ പറ്റിയാണ് ഞാൻ പറയാം. എത്ര ആള് പുതിയതായിട്ട് ഉണ്ട് ഇവിടെ? പുതിയ ആളുകൾ ആദ്യമായിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കുന്ന ആളുകൾ അല്ലേ. ഓക്കെ, അവർക്ക് നമ്മൾ കൈയ്യടി കൊടുക്കണ്ടേ പുതിയ ആളുകൾ. അപ്പൊ ഞാൻ കൊടുക്കുന്ന ക്ലാസ് ഇങ്ങനെയാണ്. നിലവില് നമ്മൾ ധാരാളം ഉൽപ്പന്നങ്ങൾ പൊതുമാർക്കറ്റ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അതിന്റെ പോരായ്മകളെ പറ്റി പറയും. പിന്നെ ആർസിഎമ്മിന്റെ മേന്മകൾ, ഉൽപ്പന്നങ്ങളുടെ മേന്മകളെ പറ്റി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ പറയുള്ളൂ. അതിൽ ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെട്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് ഗുണനിലവാരം മനസ്സിലാക്കി പിന്നെ അതിൽ അവർ ഐഡിയ എടുത്തതിന് ശേഷം പിന്നെ അവർ തീരുമാനിക്കുന്നത് ഏറ്റെടുക്കണോ, ഇതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കണോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കസ്റ്റമറായിട്ട് നിന്നാൽ മതിയോ എന്നുള്ളതൊക്കെ അവർ പിന്നീട് ആലോചിക്കും. പക്ഷെ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ബിസിനസ്സിൽ കസ്റ്റമർ ആയിട്ട് വന്നിട്ട് കോടീശ്വരനാകാൻ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മാർസിൽ മാത്രമേ ഉള്ളൂ. ഒരു കസ്റ്റമർ ആയിട്ടാണ് വരുന്നത്, പക്ഷെ പിന്നീട് എന്തായിട്ട് മാറാണോ അത് കോടീശ്വരനായിട്ട് മാറാണ്. ശ്രീസാർ പറയുന്ന ഡയലോഗ് ഉണ്ട്, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് മരിക്കുന്നയാൾ അല്ലെ. കഷ്ടപ്പെട്ട് മരിക്കുന്നതാണ് കസ്റ്റമർ എന്നാണ് ശ്രീസാർ പറഞ്ഞാൽ കേട്ടിട്ടുള്ളത്. സത്യത്തിൽ അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെ. എവിടെ കസ്റ്റമർ രക്ഷപ്പെട്ട സ്ഥലമുണ്ടോ? എവിടെയെങ്കിലും ഇല്ല. പക്ഷെ ആർസിഎമ്മില് കസ്റ്റമർ ആയിട്ട് ഒരു ചായപ്പൊടി മേടിച്ച് ഒരു അനുഭവം വെച്ചിട്ട് അദ്ദേഹം ഒരു ഷോപ്പ് തുടങ്ങുന്നു, ആളുകളിലേക്ക് എത്തിക്കുന്നു അല്ലെ. ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ അച്ചീവറായിട്ട് മാറുന്നു. ചിലർക്ക് ഒരു മുട്ടുവേദന മാറിയതായിരിക്കാം അനുഭവം ആർസിഎമ്മിനെ ഏറ്റെടുക്കാൻ കാരണം അല്ലെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു അനുഭവത്തിലൂടെ അവർ ബിസിനസിനെ ഏറ്റെടുക്കുന്നു. എത്ര നല്ല ഉദാഹരണം നാരായൺ സാറ്. നിരവധിയായ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ തവണ ഉപയോഗിച്ച് മാറിപ്പോയി അദ്ദേഹം ഇവിടെ ഏറ്റെടുത്തു. ഇന്നിപ്പോ സ്ഥാനമൊരാളെന്ന് പറഞ്ഞ ലെവലിലെത്തി. നല്ലൊരു കൈ നമുക്ക് നാരായൺ സാറിന് അങ്ങനെ ബിസിനസ് ഏറ്റെടുത്തവരൊക്കെ ആ രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, നമുക്ക് ജസ്റ്റ് അതിലേക്ക് പോകാം. ആരോഗ്യം എന്ന് പറയുന്ന വിഷയം കമ്പനി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആരോഗ്യത്തിനല്ലേ അല്ലേ. പ്രധാനപ്പെട്ട ലക്ഷ്യം നവഭാരത നിർമ്മാണം എന്ന് നമ്മൾ പറയും. പക്ഷെ അത് പൂർത്തിയാകണമെങ്കിൽ ആരോഗ്യം, സ്വയം പര്യാപ്തത, സ്ത്രീ ശാക്തീകരണം ഇവയിലൂടെ മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ.
അപ്പോ നമ്പർ 1 ആയിട്ട് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ആരോഗ്യത്തിനാണ്. ആ ആരോഗ്യം എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ആരോഗ്യം ഉണ്ടാവാം? ആരോഗ്യം എന്ന് പറയുന്ന ഒരു വാക്ക് എങ്ങനെ നിർവചിക്കാൻ പറ്റും? എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചാൽ നമുക്കെന്ന് പറയാൻ പറ്റും? രോഗങ്ങളില്ലാത്ത അവസ്ഥയെ ആരോഗ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. ഒറ്റ വാക്കിൽ പറയുന്ന ഒരു മറുപടിയാണ്. പക്ഷെ അത് മാത്രമാണോ? രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം വരാം. യെസ്, ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു കാര്യം നമ്മൾ സാറിന് കൊടുക്കാം. അപ്പൊ ശരീരവും മനസ്സും സമൂഹവും അല്ലെ? അപ്പൊ ശാരീരികവും മാനസികവും പിന്നെയോ സാമൂഹികപരമായുള്ള സുസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം. ഇതാണ് WHO കൊടുത്തിരിക്കുന്ന നിർവചനം. ഇത് മൂന്നും ശരിയായി വരണം. ഇതിൽ എവിടെയെങ്കിലും താളപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ ഇത് ആരോഗ്യം പറഞ്ഞ അവസ്ഥയിലേക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതില് ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ശരീരത്തിന് രോഗങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലെ? രോഗങ്ങൾ വരുന്നത് വെച്ചിട്ട് അതേ കേൾക്കാനുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള രോഗമാണ്? പണ്ട് പനി എന്ന് പറയുന്ന ഒരു സാഹചര്യം രോഗം എന്ന് പറയും, പനി. ഇന്ന് ആ പനി എത്ര തരത്തിലായിട്ട് മാറി? എത്ര തരം പനിയാ? അവസാനം പനി തലതിരിച്ചിട്ടു. പേര് കിട്ടാതെ തോന്നുന്നു. പനി തലതിരിച്ചിട്ട് നിപ്പയായി. എന്തെല്ലാം പനികളാ? പണ്ട് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു 2 ദിവസം ശരിക്കും അല്ലെ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്താൽ അങ്ങനെയൊക്കെ പനി മാറാറ്. പക്ഷെ ഇന്ന് പനി വന്നാൽ മാറുന്നില്ല, ജലദോഷം വന്നാൽ മാറുന്നില്ല അല്ലേ? ഓരോ അസുഖങ്ങളും വന്നതാ, പിന്നെ ആളെ കൊണ്ട് പോകുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. എന്തായിരിക്കും കാരണം? ഇങ്ങനെ രോഗങ്ങൾ പിടിപെടാനുള്ള കാരണം എന്തായിരിക്കും? ആ കാരണത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നു അല്ലേ? അപ്പൊ ആ കാരണങ്ങളെ പറ്റി പഠിക്കണം. എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്? കാരണം എന്തായിരിക്കും? കാരണങ്ങൾ എന്തായിരിക്കും? കാരണമല്ല, കാരണങ്ങൾ എന്തായിരിക്കും? ഇമ്മ്യൂണിറ്റി കുറയുന്നതുകൊണ്ട്. ഇമ്മ്യൂണിറ്റി കുറയാൻ എന്താ കാരണം? നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏതാ നല്ല ഭക്ഷണം? നിറമാണ്, രുചി, ഇതാണോ? അല്ല, പിന്നെ എന്താണ്? പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം അല്ലെ? അപ്പൊ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഭക്ഷണം മോശമായ ഭക്ഷണം അല്ലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. പിന്നെയോ വ്യായാമക്കുറവ് അല്ലെ? അപ്പൊ ജീവിത ശൈലി ഒരു കാരണമാണ് രോഗങ്ങൾ വരാനായിട്ട്. പിന്നെയോ പിന്നെന്തായിരിക്കും? ഭക്ഷണം ഉൾപ്പെടുത്താൻ നോക്കും അല്ലെ? അപ്പൊ പൊതുവെ ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്ന പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നിത്യോപയോഗ സാധനങ്ങളിലെയും ഭക്ഷ്യവസ്തുക്കളിലെയും വിഷങ്ങളും മായങ്ങളും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം. നമ്മള് നിത്യേന ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ? ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല പ്രശ്നം, നിത്യോപയോഗ സാധനങ്ങൾ ധാരാളമുണ്ട്. ഉള്ളിലേക്ക് കഴിക്കാത്ത നിത്യോപയോഗ സാധനങ്ങൾ ധാരാളമില്ലേ? ആ ഉൽപ്പന്നങ്ങളിലൊക്കെ വരുന്ന വിഷങ്ങളും മായങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പിന്നെയോ പോഷക ന്യൂനത, രണ്ടാമത്തെ കാരണം. എന്താണ് പോഷക ന്യൂനത? അത് സാറ് പറഞ്ഞ വെള്ളം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വരും. പോഷക ന്യൂനത. മൂന്നാമത്തേത് തെറ്റായ ജീവിതശൈലി. നാലാമത്തേത് മരുന്നുകളുടെ അമിതമായിട്ടുള്ള അഥവാ തെറ്റായ ഉപയോഗം. ഈ 4 കാരണങ്ങളും ഇതിന്റെ കാരണങ്ങളാണ് രോഗങ്ങൾ വരാനുള്ള കാരണങ്ങളാണ് അല്ലേ? അപ്പോ നിത്യോപയോഗ സാധനങ്ങളിലെയും ഭക്ഷ്യവസ്തുക്കളിലെയും വിഷങ്ങളും മായങ്ങളും നമുക്ക് രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിലെയും ഭക്ഷ്യവസ്തുക്കളുടെ അവസ്ഥ എന്താണ്? സത്യത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നല്ലതാണോ? നല്ലതാണോ? ദൈനംദിനം അതായത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചാനലിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇന്നലെ വരെ നല്ലതെന്ന് കരുതി ഉപയോഗിച്ച പല ഉൽപ്പന്നങ്ങളും ഇന്ന് പത്രം എടുക്കുമ്പോൾ ചാനൽ തുറക്കുമ്പോൾ കേൾക്കുന്നത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ മൊത്തത്തിലെല്ലാം പ്രചരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഗ്രൂപ്പിൽ കൂടെ കോൾഗേറ്റ് പറയുന്ന ചില പേസ്റ്റുകൾ, ക്ലോസപ്പ് പേസ്റ്റുകൾ വ്യാജം ഉണ്ടാക്കുന്നു അല്ലെ? ഗുജറാത്തിലും ഡൽഹിയിലൊക്കെ അത് പിടിച്ചതായിട്ട് നമ്മൾ വീഡിയോ കണ്ടു. അപ്പൊ കൃത്രിമമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒറിജിനൽ വരുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാകുന്നു അല്ലെ? അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത്? അങ്ങനെ കേൾക്കാനുള്ള സൗണ്ട് കേൾക്കില്ലേ? മൈക്കൊന്നും വേണ്ട അല്ലെ? അപ്പോ കറണ്ട് പോയൊന്നും വിഷയമല്ല. അപ്പം രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് പല്ല് തേക്കലാണ്. പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ കണ്ടത് അല്ലേ? അതുപോലെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാലം. അപ്പൊ അതില് പ്രധാനമായിട്ടും ഈ പേസ്റ്റിൽ ചേർക്കുന്ന ചില മായങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. അതായത് എന്തൊക്കെയാണുള്ളത്? എല്ല് കരിച്ച ചാരം, ചില്ലുപൊടി, ഫ്ലൂറൈഡ്,
ജലാറ്റിൻ, ഇപ്പോൾ നിക്കോട്ടിൻ പോലും പേസ്റ്റിലും പൽപ്പൊടിയിലും ചേർത്തിരിക്കുന്നതാണ് വാർത്തകൾ വരുന്നത്. ഇതൊക്കെ നമുക്ക് നോക്കിയാൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന പേസ്റ്റിൽ ഇത്രയധികം മായങ്ങളും വിഷങ്ങളും വരുമ്പോൾ ആ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇതിന്റെ സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. പണ്ട് നമ്മൾ ഉമിക്കരിയൊക്കെ ഉപയോഗിച്ച് പല്ല് തേച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഉമിക്കരി അല്ലേ, കരിക്കട്ടയൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ ഉപ്പ് മറ്റേ ചേർത്തിട്ട് പല്ല് തേച്ചിട്ടില്ലേ? അങ്ങനെ ആർക്കും അനുഭവമില്ല? ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും കിട്ടാതെ ഒരു മാവിന്റെ ഇല ഉപയോഗിച്ച് പല്ല് തേച്ചിട്ടില്ലേ? പല്ല് തേച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ആർക്കും പല്ലിന് മോണിക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഉമിക്കരി ഉപയോഗിച്ച കാലത്ത്, മാവിന്റെ ഇല ഉപയോഗിച്ച കാലത്തൊന്നും അങ്ങനെ ആർക്കും പല്ലിന് മോണിക്കും പ്രശ്നമില്ല. പക്ഷെ എന്ന് മുതലാണോ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ് ദന്തരോഗങ്ങളും കൂടിയത്. ശരിയാണോ അല്ലേ? നമ്മുടെ നാട്ടിൻപുറത്ത് വരെ ഇന്ന് ദന്ത ക്ലിനിക്കുകൾ ഇഷ്ടം പോലെയായി. പണ്ട് നമ്മൾ മെയിൻ സിറ്റികളിൽ പോയാൽ മാത്രമേ ഒരു ക്ലിനിക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് എല്ലാ ചെറിയ ചെറിയ ടൗണിൽ പോലും നമുക്ക് ഒന്നിലധികം ദന്തൽ ക്ലിനിക്കുകൾ കാണാൻ വേണ്ടി തുടങ്ങി. കാരണം എന്താ? പല്ലിന് പ്രശ്നങ്ങൾ കൂടുന്നു. അതിന് കാരണം എന്താ? ഉപയോഗിക്കുന്ന പേസ്റ്റ്. അപ്പൊ പേസ്റ്റിൽ ഇത്ര മാത്രം മായവും വിഷവും വരുന്ന സമയത്ത് അത് നമ്മൾ ദിവസം 2 നേരം പല്ല് തേക്കില്ലേ? 2 നേരമെങ്കിലും പല്ല് തേക്കും. 2 പ്രാവശ്യം പല്ല് തേക്കുന്ന സമയത്ത് 2 തവണയും നമ്മുടെ ശരീരത്തിലേക്ക് ഇതിലെ വിഷാംശങ്ങളും ഇതിലെ കെമിക്കലുകളും മുഴുവനും നമുക്ക് ശരീരത്തിനകത്തേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. തുടക്കത്തിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു ചെറിയൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം, വയറ്റിലൊരു കുറച്ച് ഗ്യാസ് വന്നാൽ നമ്മളത് പേസ്റ്റ് കൊണ്ട് പല്ല് വെച്ചിട്ടാണ് ഗ്യാസ് വന്നതെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഒരിക്കലും വിചാരിക്കില്ല. അത് വല്ല പരിപ്പോ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കാം ഗ്യാസ് വന്നതെന്ന് വിചാരിക്കുള്ളൂ അല്ലേ? പല്ല് തേച്ച പേസ്റ്റിൽ നിന്നാണ് ഇത് വന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഗ്യാസ്ട്രിക് പ്രോബ്ലം, അസിഡിറ്റി, അൾസർ, പിന്നെ പല മാരക രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം 2 നേരം നമ്മൾ പല്ല് തേക്കും അല്ലേ? അപ്പൊ 2 പ്രാവശ്യമായിട്ട് കെമിക്കൽ നിക്കോട്ടിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പുകയിലയിൽ നിന്ന് വരുന്ന മാരകമായിട്ടുള്ള ക്യാൻസറിന് കാരണമാകുന്ന വിഷമാണ് അല്ലേ? കണ്ടന്റാണത് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഇത് പേസ്റ്റിൽ ചേർത്തിരിക്കുന്നു, പൽപ്പൊടിയിലും. ഇന്ന് മാർക്കറ്റിൽ വിറ്റ് ചെലവാക്കുന്ന 24ഓളം ബ്രാൻഡുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ ഹെർബൽ പേസ്റ്റ് അടക്കം ഉണ്ടായിരുന്നു. അതിൽ മുഴുവനും ഈ പറയുന്ന നിക്കോട്ടിൻ ചേർന്നിരിക്കുന്നു. ചെറിയ അളവിലൊന്നുമല്ല, വലിയ അളവിലാണ്. ബ്രാൻഡ് പറയാൻ പാടില്ല എന്ന് പറയും, പക്ഷേ പറയാതെ നിവൃത്തിയില്ല. ആ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട് വരികയുള്ള ഒരു പേസ്റ്റിൻ്റെ ഏതാ? പേസ്റ്റ് എന്ന് പറഞ്ഞാലേ കോൾഗേറ്റ് ആണ്. അപ്പൊ ഈ കോൾഗേറ്റിലാണ്, അതായത് 9 സിഗരറ്റിൽ അടങ്ങിയിരിക്കേണ്ട നിക്കോട്ടിനാണ് ഒരു പേസ്റ്റിൽ 100 ഗ്രാം പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് പറയുമ്പോൾ പുക വലിക്കണോ നിക്കോട്ടിനകത്ത് പോകണമെങ്കിൽ? വേണ്ട അല്ലേ? അപ്പൊ ഇതേ രീതിയിൽ വിഷമുള്ള ഒരു പേസ്റ്റ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് തുടങ്ങുന്നു നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെല്ലാനായിട്ട്. അപ്പോൾ പേസ്റ്റ് അങ്ങനെയാണെങ്കിൽ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കും അല്ലേ? കുടിക്കുന്ന ചായപ്പൊടിയുടെ അവസ്ഥ എന്താ? ചായയാണോ കുടിക്കുന്നത്, ചായമാണോ കുടിക്കുന്നത്? ഉറപ്പാണല്ലേ? ഇത് പരിശോധിക്കാൻ എന്ത് ചെയ്യണം? ലാബിൽ കൊണ്ടുപോകണം ചായപ്പൊടി. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിലേക്ക് ഈ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് താഴേക്ക് കളർ ഇങ്ങനെ ഇളകി വരുന്നുണ്ടാവും അല്ലേ? അപ്പൊ മനസ്സിലാക്കാം അതിൽ കളർ ചേർത്തിരിക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള കെമിക്കലാണ് ചായപ്പൊടി ചേർത്തിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കെമിക്കൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ചായപ്പൊടി മാറിയിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ചായപ്പൊടി, കൃത്രിമ ചായപ്പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന ചണ്ടി ഉണ്ടല്ലോ, ചായപ്പൊടിയുടെ ചണ്ടി ഉണ്ടാവുമല്ലോ, അത് ഉണക്കിയിട്ട് വീണ്ടും അതിൽ പല ഫ്ലേവറൊക്കെ ചേർത്തുകൊണ്ടായിരുന്നു കൃത്രിമ ചായപ്പൊടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ ചണ്ടിയും വേണ്ട, തേയിലയുടെ ഒരു അംശം വേണ്ട. അങ്ങനെയാണ് ചായപ്പൊടി വരുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചായപ്പൊടികൾ, ലോഡ് കണക്കിന് ചായപ്പൊടികൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ തേയിലയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ചായപ്പൊടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? എന്തൊക്കെ എന്തൊക്കെ കൃത്രിമ സാധനങ്ങളാണെന്നറിയോ ചായപ്പൊടി ചേർക്കുന്നത്? റെഡ് ഓക്സൈഡ് ചേർക്കുന്നു, അറക്കപ്പൊടി ചേർക്കുന്നു. അറക്കപ്പൊടി എന്ന ഈർച്ചപ്പൊടി, മരങ്ങൾ മുറിക്കുന്ന സമയത്തുള്ള പൊടിയില്ലേ, അത് ചേർക്കുന്നു. ടാർട്ടാറിൻ, സൺസെറ്റല്ലോ, കശുവണ്ടിയുടെ കറ, മൃഗങ്ങളുടെ ചോര പോലും ഉണക്കി പൊടിച്ച് ചായപ്പൊടി ചേർക്കുകയാണ് നല്ല നിറത്തിനും കടുപ്പത്തിനും വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ചായയാണ് ദിവസവും നമ്മൾ കുടിക്കുന്നതെങ്കിൽ തുടക്കത്തിൽ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിട്ട് തുടങ്ങും അല്ലേ? നെഞ്ചരിച്ചിൽ, പുളിച്ചതായിട്ടിൽ. മിക്കവാറും ആളുകൾ പറയുന്നത് കേട്ടില്ലേ, നെഞ്ചരിച്ചിലാണ്, ഒന്നും കഴിക്കാൻ പറ്റില്ല, എന്ത് കഴിച്ചാലും നെഞ്ചരിച്ചിലാണ് അല്ലേ? കേൾക്കാറില്ലേ? അപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിച്ച് കഴിയുമ്പോൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് ആശ്വാസം കിട്ടും. മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ടാകും. കാരണം എന്താ? ചായപ്പൊടി മാറ്റിയിട്ടില്ല. അതേതോ ഒരു ബ്രാൻഡിന് അഡിക്റ്റാണ്, ആ ബ്രാൻഡാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കൃത്രിമ ചായപ്പൊടികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി ചായ കഴിക്കുന്നത് വെറുതെ കഴിക്കില്ല, എന്തെങ്കിലും പലഹാരം ഉണ്ടാവില്ലേ? ചായയുടെ കൂടെ എന്തെങ്കിലും പലഹാരം കഴിക്കില്ലേ? ദോശയോ പുട്ടോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പലഹാരം ഉണ്ടാവില്ലേ? അങ്ങനെ കഴിക്കാറില്ലേ? കറണ്ട് പോയതുകൊണ്ടാണോ? എന്താ? അപ്പോൾ ഈ പലഹാരത്തിന് വേണ്ടി പണ്ട് കാലങ്ങളിൽ നമ്മൾ വീടുകളിൽ ദോശ പുട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ട് ഇടിച്ച് പൊടിച്ചിട്ടൊക്കെയായിരുന്നു നമ്മൾ പലഹാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അല്ലേ? ഇന്നിപ്പോൾ എത്ര വീട്ടിൽ വരലുണ്ടെന്ന് ചോദിച്ചാൽ കൈവന്തിക്കാൻ പറ്റും? വരലുള്ള വീടുണ്ടോ? അയ്യോ, കോഴിക്കോട് വരല് കുറച്ച് കൂടുതലുണ്ടല്ലോ. മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ പൊതുവെ കൈ പൊന്താറില്ല.
ആ ഉരല് ഉണ്ടെങ്കിലും ഉപയോഗിക്കാറില്ല, അതോടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഉരലുണ്ടാവും, ആ ഇടിക്കല് കുറവായിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ അതിൽ നിന്ന് മാറി നമ്മൾ മിക്സിയിലേക്ക് പോയി. കാരണം എന്താ, കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ അല്ലേ, സ്വിച്ച് ഇട്ടാൽ മതി. പിന്നെയോ അതിന് സമയമില്ലാത്തവരെന്ത് ചെയ്യും, പാക്കറ്റ് റെഡിമെയ്ഡ് പൊടികൾ വരാൻ തുടങ്ങി. എല്ലാം പുട്ടുപൊടി, ദോശപ്പൊടി, ഇഡ്ലിപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആട്ടപ്പൊടി, അങ്ങനെ മൊത്തത്തിൽ തവിടുപൊടി എന്ന് പറയും അല്ലേ. എല്ലാ പൊടികളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. അങ്ങനെ പൊടികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചാലും പ്രശ്നമാണ്, കാരണം അത് ആക്കിയെടുക്കട്ടെ. ഇപ്പോ നല്ല ഒന്നാന്തരം ആട്ടപ്പൊടി കിട്ടും, പക്ഷേ അത് പൂരി ചപ്പാത്തിയൊക്കെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുഴക്കണം, പരത്തണം, ചുടണം അല്ലേ. ഇതിനൊക്കെ എവിടെയാ സമയം, നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ കമ്പനിക്കാർ ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ചപ്പാത്തി, റെഡിമെയ്ഡ് പൊറോട്ട അല്ലേ, എളുപ്പമല്ലേ കാര്യങ്ങൾ. ആദ്യം വന്നുകൊണ്ടിരുന്ന ചപ്പാത്തിയും പൊറോട്ടയൊക്കെ അവർ പറയും ഒന്ന് ചൂടാക്കിയിട്ട് കഴിച്ചോളൂ കേട്ടോ. ഇപ്പോഴോ അതിന് നമുക്ക് സമയമില്ലാന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം വരുന്ന സാധനം ചൂടാക്കാനും നിൽക്കണ്ട, റെഡി ടു യൂസ്, പാക്കറ്റ് പൊട്ടിക്കുക കഴിക്കുക. എന്താ എളുപ്പം, എന്ത് സുഖം. സമയം ലാഭല്ലേ, ആണോ? സമയം ലാഭാ. എന്നിട്ട് ഈ ലാഭമൊക്കെ ഇവിടെ കൊണ്ട് കൊടുക്കും. കോഴിക്കോട് കാണിക്കുമ്പോൾ ഇവിടെ എടുക്കില്ല, മംഗലാപുരത്തേക്ക് വിട്ടോളാൻ വേണ്ടി പറയും അല്ലേ. അങ്ങനെ പോയി വെല്ലൂർ വരെ പോകും, ചിലപ്പോൾ അവിടെ എടുക്കാതെ വരും. ഈ ലാഭങ്ങളൊക്കെ മാറ്റി വെച്ചാലും തികയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണെന്നറിയാവോ, നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള പൊടികൾ തയ്യാറാക്കി വെച്ചാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കേടുവരും. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് ധാന്യപ്പൊടികൾ മാസങ്ങളോളം കേടുവരാതിരിക്കുന്നു അല്ലേ. എന്താ കാരണം, അതിൽ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന സംഗതി ചേർത്തിരിക്കുകയാണ്. സർവ്വസാധാരണമായിട്ട് ധാന്യപ്പൊടികളിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് ബെൻസോയിക് ആസിഡ്, ബ്ലീച്ചിങ് പൗഡർ, ചോക്കുപൊടി. പിടികിട്ടിയാ? ഇത് എന്തിനു ഉപയോഗിക്കണം? ബ്ലീച്ചിങ് പൗഡർ ഒക്കെ എവിടെ ഉപയോഗിക്കുന്നത്? എവിടെ ഉപയോഗിക്കാം? ബ്ലീച്ചിങ് പൗഡർ ഉപയോഗം എവിടെയാണ് അല്ലേ? അതാണ് ധാന്യപ്പൊടി ചേർക്കുന്നത്. ബെൻസോയിക് ആസിഡ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഫാറ്റി ലിവർ വരും, ലിവറിന് കംപ്ലൈന്റ് വരും അല്ലേ. ആദ്യം ഫാറ്റി ലിവർ, പിന്നെ അത് ലിവർ സിറോസിസ് വല്ല രോഗങ്ങളിലേക്ക് മാറും. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അപ്പം ധാന്യപ്പൊടികളിൽ ഇത്തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ചേർത്തുകൊണ്ട് വരുന്നു. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ദഹന ഗ്രന്ഥികൾക്ക് നാശം ഉണ്ടാവും. പിന്നെയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാവും, മലത്തിൻ്റെ ഒക്കെ നിറം മാറിപ്പോകുന്ന ഒരവസ്ഥ അല്ലേ. പിന്നെയോ നാഡീഞരമ്പുകൾക്ക് തകരാറുണ്ടാവും, ത്വക്ക് രോഗങ്ങളുണ്ടാവും, ആസ്മ, അലർജി പോലുള്ള രോഗങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ കൂടി വരില്ലേ ചെയ്യണം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ധാന്യപ്പൊടികളിൽ വരുന്ന പ്രിസർവേറ്റീവ്സ് നമ്മുടെ ശരീരത്തിൽ നിരവധിയായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെയാണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലേ. മുളക് പൊടിയിൽ എന്താ മായങ്ങൾ? ഇഷ്ടിക, എന്താ അറിയാം നമുക്ക്. ഇഷ്ടിക പൊടി, പിന്നെയോ ഓടുപൊടി, സുഡാൻ. സുഡാനും കൂടെ ചേർത്തിരിക്കുകയാണ്. ഇഷ്ടികപ്പൊടി, ഓടുപൊടി എന്ന് പറഞ്ഞാൽ മണ്ണാണ് അല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ മണ്ണൊക്കെ തോന്നുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ സുഡാൻ എന്ന് പറയുന്ന സാധനം പ്രശ്നമാണ്. അത് ചേർക്കാവുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി അളവിൽ ചേർത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മുളക് പൊടി ഉപയോഗിക്കും നമുക്ക് നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മല്ലിപ്പൊടിയോ, മല്ലിപ്പൊടിയിൽ വരുന്ന മായങ്ങൾ എന്തൊക്കെയാ? അരക്കപ്പൊടി, വൈക്കോല് പൊടിച്ച് ചേർക്കുന്നു. ഇപ്പോൾ സമീപകാലത്തായിട്ട് കേൾക്കുന്നു കഴുത ചാണകം ബ്ലീച്ച് ചെയ്ത് ചേർക്കുന്നു. ഒരു കാരണവശാലും മനസ്സിലാവില്ല, പക്ഷെ പകർച്ചവ്യാധികൾ ഉണ്ടാവും അത്തരത്തിലുള്ള മല്ലിപ്പൊടി ഉപയോഗിക്കുമ്പോൾ. പിന്നെയോ മുളക് പൊടി പറഞ്ഞു, മല്ലിപ്പൊടി പറഞ്ഞു, പിന്നെന്താണുള്ളത്? മഞ്ഞൾ അല്ലേ. മഞ്ഞൾ എന്തിനാ കറിയിൽ ചേർക്കുന്നത് നമ്മൾ? മഞ്ഞൾ കറി ചേർക്കുന്നതിന് വേണ്ടിയാ. കറിയിൽ എങ്ങനെയാ വിഷം വരിക? പച്ചക്കറിയിൽ എങ്ങനെയാ വിഷം വരിക? പച്ചക്കറി എവിടുന്നാ വരുന്നത്? അതാണ് കാരണം അല്ലേ. തമിഴ്നാട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? ഒന്നും തോന്നരുത്. അപ്പോ മലയാളീസിന് വേണ്ടി മാത്രം പച്ചക്കറി ഉണ്ടാക്കുകയാണ് അവരോട് അല്ലേ. മലയാളീസിന് മാത്രം, അവർക്ക് വേറെയാണ്. അപ്പോൾ ഈ പച്ചക്കറി വിഷത്തിൽ മുങ്ങി വരുന്നു. കർഷകൻ കൃഷി ചെയ്യുന്ന സമയത്ത് രാസവളം ഉപയോഗിച്ചത് കൊണ്ടോ അല്പം കീടനാശിനി ഉപയോഗിച്ചത് കൊണ്ടോ അല്ല പ്രശ്നം. പിന്നെയോ വിളവെടുത്തതിന് ശേഷം നമ്മൾ അടുക്കളയിൽ എത്തുന്നത് വരെ അല്ലേ, അടുക്കള നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കേണ്ട എല്ലാം ആ സമയത്ത് അതിനു വേണ്ടി ചേർക്കുന്ന കെമിക്കലാണ് മാരകമായ പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ പച്ചക്കറി കടയിൽ നമ്മൾ പോയാൽ ഒന്നാലോചിക്കുക, കുറച്ച് ചീര ഇരിക്കുകയാണ്. അപ്പോൾ ചീരയുടെ ഇല ഇങ്ങനെ പുഴുകുത്തിയ ചീരയുണ്ട്, പുഴുകുത്താത്ത ചീരയുണ്ട്. നമ്മൾ ഏതാ മേടിക്കാം? കുത്താത്തത്. ഏതാ നല്ലത്? അപ്പൊ അറിയാം, ആലോചിച്ചോക്കെ. ഇതാണ് മലയാളിന്റെ അവസ്ഥ. പുഴുകുത്തിയ ചീരയാണ് നല്ലതറിയാം. പാവയ്ക്ക എടുക്കുകയാണ്, പാവയ്ക്ക ഇങ്ങനെ പുഴുകുത്തി നമ്മൾ എടുക്കില്ല, മാറ്റി വെക്കും, പുഴുകുത്താത്ത എടുക്കും. പുഴുകുത്താത്ത പാവയ്ക്ക എന്ന് പറഞ്ഞാൽ കെമിക്കൽ മുങ്ങിയ സാധനമായിരിക്കും അല്ലേ.
അപ്പോൾ അല്ലേ, ശരിയല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പൊ പച്ചക്കറികൾ അപ്പൊ നമ്മൾ വാങ്ങണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ മേലെ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഈ കെമിക്കൽ മുങ്ങി വരുന്നത് അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ വിഷാംശം വരാനുള്ള സാധ്യത കൂടുതലാണ്. മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ മഞ്ഞളിലെ കുറുക്കുമിനെല്ലാം കൂടി ചെല്ലുമ്പോഴത്തേക്കും നമുക്കിതിനെ നിർവീര്യമാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു ഗുണം കിട്ടുന്നു അല്ലേ? അതാണ് നമ്മൾ കറിയിൽ മഞ്ഞൾ ചേർക്കുന്നത്. പക്ഷേ കറിയിൽ നമ്മൾ മഞ്ഞൾ ചേർക്കുമ്പോൾ ചില ആൾക്കാർ അവകാശപ്പെടും, എൻ്റെ വീട്ടിൽ മഞ്ഞളുണ്ട്, ഞാൻ ആ മഞ്ഞളാണ് കറിയിൽ ഉപയോഗിക്കുന്നത്, കുഴപ്പമില്ല, നല്ല മഞ്ഞളാണ്. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞപ്പൊടിയാണ്. എന്താ വ്യത്യാസം? മഞ്ഞൾപ്പൊടി എന്നാരെങ്കിലും പറയാറുണ്ടോ? കടയിൽ പൊടി എനിക്കൊരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി വേണമെന്ന് പറയോ? എന്താ പറയാ? മഞ്ഞൾപ്പൊടി എന്ന് പറയും അല്ലേ? കടക്കാരൻ തരുന്നതോ മഞ്ഞൾപ്പൊടി. കടക്കാരനെ തെറ്റു പറയാൻ പറ്റുമോ? ചോദിച്ചതല്ലേ തന്നത് അല്ലേ? അപ്പോ മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറയുന്ന ഔഷധ ഗുണമുള്ള ആ ഒരു കണ്ടന്റ് ഉണ്ടാവില്ല കടയിൽ നിന്ന് മേടിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? 1 കിലോ വെളുത്ത പൊടിയിലേക്ക് 1 നുള്ള് ലെഡ് ക്രോമേറ്റ് ചേർത്താൽ ഈ സാധനം മഞ്ഞപ്പൊടിയായി. ലെഡ് ക്രോമേറ്റ് എന്ന് പറഞ്ഞ രാസവസ്തുവാണ് ചേർക്കുന്നത് നിറത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ടോ കുറച്ച് മഞ്ഞളും കൂടെ പൊടിച്ച് ചേർക്കും. അപ്പൊ മഞ്ഞളുടെ ഒരു മണമൊക്കെ വരും അല്ലേ? ഇതാണ് മഞ്ഞൾപ്പൊടി. ലെഡ് ക്രോമേറ്റ് അകത്ത് പോയാൽ എന്താ കുഴപ്പം? അതിന്റെ സൈഡ് എഫക്ട് നമ്മുടെ കിഡ്നികൾ വളരെ പെട്ടെന്ന് അടിച്ചു. എത്ര കിഡ്നി ഉണ്ട്? ഒരാൾക്കുള്ള 2 എണ്ണം ഉണ്ടോ? 2 കിഡ്നി ഉണ്ട്. എന്താ എന്നിട്ടൊരു ഉഷാറില്ലാത്തത്? അതാണ് പോയ സംശയം ഒന്നാമത്തെ. അതെ, ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ട് അല്ലേ? അപ്പോ 2 കിഡ്നിയുടെ വില മനസ്സിലാവണമെങ്കിൽ കിഡ്നി പോകണം അല്ലേ? അപ്പോഴേ വില മനസ്സിലാവുള്ളൂ. 2 എണ്ണം തന്നിട്ടുണ്ട്, 2 എണ്ണം ആവശ്യമില്ല, 1 എണ്ണേ വേണ്ടു. 1 എണ്ണം തന്നെ ധാരാളമാണ് അല്ലേ? എന്നിട്ട് പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 2 അങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പേ കിഡ്നി അടിച്ചു പോവാ. അപ്പോ ഈ 2 കിഡ്നികൾ വളരെ പെട്ടെന്ന് തകരാറിലാവും ലെഡ് ക്രോമേറ്റ് അകത്ത് പോയാൽ. അതുപോലെ സ്ത്രീകളെ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് അബോർഷന്റെ അളവ് കൂടുന്നതാണ്. ലെഡ് ക്രോമേറ്റ് അകത്ത് പോയി കഴിഞ്ഞാൽ അബോർഷൻ കൂടും. ഇപ്പോൾ ധാരാളം ആളുകൾ കല്യാണം കഴിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും മക്കളുണ്ടാവുന്നുണ്ടോ? ഇല്ല. ജീവിതശൈലി വലിയൊരു കാരണമായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് 10-15 മക്കളുണ്ടാവാൻ വലിയ പ്രയാസമൊന്നും ഇല്ല എന്നാണ് കേട്ടറിവാണ്. ആലുക്കാസിനൊക്കെ 15 മക്കളാ. ഒരേ സമയത്ത് 3 തൊട്ടിലിങ്ങനെ ഉണ്ടാവുന്ന പറയണേ. 1 വർഷത്തെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3 തൊട്ടിലിങ്ങനെ എപ്പോഴും വീട്ടിലിങ്ങനെ ആടുന്നുണ്ടാവും. അപ്പൊ ഇതേ 15 മക്കൾ. ഇന്നിപ്പോ ഒരാളുണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഉരുളി കമത്തിയാൽ മാത്രം പോരാ, ലക്ഷങ്ങൾ ചെലവാക്കാനും ഗ്യാരണ്ടി ഒന്നുമില്ല. ആ രീതിയിലേക്ക് മാറി. ശരിയല്ലേ? അപ്പൊ ലെഡ് ക്രോമേറ്റ് ചെയ്യുന്ന പണി കുറച്ചൊന്നുമല്ല കേട്ടോ. അപ്പൊ ഈ രീതിയിലേക്ക് കിഡ്നികൾ തകരാറിലാവുന്നു, അതുപോലെ അബോർഷൻ അളവ് കൂടുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങൾക്ക് നമ്മുടെ ആരോഗ്യമായിട്ട് വലിയ പങ്കുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ മൺപാത്രത്തിലായിരുന്നു പാചകം ചെയ്തത് അല്ലേ? മൺപാത്രങ്ങളിൽ. അതുപോലെ വിളമ്പാൻ ഉപയോഗിക്കുന്നത് ചിരട്ടയുടെ തവിയായിരുന്നു. ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ചിരട്ട തവിയൊക്കെ? ഉണ്ട്, കുറെ പേർക്ക് അനുഭവമുണ്ട്. പുതിയ തലമുറയോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ? അവർക്ക് അറിയില്ല. അപ്പോൾ ഈ മൺപാത്രത്തിൽ ഭക്ഷണം പാചകം, അതോ ആ കഞ്ഞിയൊക്കെ വെക്കാന്ന് പറയുന്നത് നല്ല തവിടുള്ള അരിയുടെ കഞ്ഞിയായിരിക്കും. തവിടുള്ള അരി. ഇപ്പോഴോ തവിടും കൃത്രിമമാണ്. അരിയുടെ പുറത്ത് നിങ്ങൾ കുത്തരി എന്ന് പറഞ്ഞ് മേടിക്കുന്ന അരിയുടെ പുറത്തുള്ള തവിട് ആത്മാർത്ഥമായിട്ടൊരു 3 കഴുക്ക് കഴിക്കാൻ പിന്നെ സാധനം കാണാണ്ടാവില്ല, വെളുത്തരിയായിട്ട് മാറും. അതുകൊണ്ട് അരി കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, ആത്മാർത്ഥത വേണ്ട. കുത്തരി എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് മേടിച്ച സാധനം കുത്തരിയായിട്ട് കഴിക്കണമെങ്കിൽ ആത്മാർത്ഥത കാണിച്ചാൽ നടക്കില്ല, അത് വെളുത്തരിയായിട്ട് മാറും. അപ്പോൾ ഈ തവിടുള്ള അരിയുടെ കഞ്ഞി പണ്ട് കുടിച്ചിരുന്നു. അന്ന് ആർക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല. നെല്ല് കുത്തി എടുത്തിട്ടായിരുന്നു അരി എടുത്തിരുന്നത് അല്ലേ? അന്ന് മില്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് നെല്ല് കുത്തുന്ന സമയത്ത് അതൊരു നല്ല വ്യായാമമാണ്. കൊളസ്ട്രോൾ പോയി. നെല്ല് കുത്തിയപ്പോൾ നല്ലോണം വേർത്ത് കൊളസ്ട്രോൾ പോയി. പിന്നെ തവിടുള്ള അരിയുടെ കഞ്ഞി കുടിച്ചപ്പോൾ ഷുഗറും പോയി. അപ്പൊ അന്ന് ഷുഗറും കൊളസ്ട്രോളും ഇല്ല. ഇന്ന് കൊളസ്ട്രോൾ പോകാൻ വേണ്ടി ആളുകൾ കഷ്ടപ്പെടുക. എന്താ ചെയ്യുന്നതെന്നറിയോ? ചിരട്ട പൊട്ടിച്ചിട്ട് വെന്ത വെള്ളം കുടിക്കുകയാണ്. കഷ്ടപ്പാട് ആലോചിച്ചു. അന്ന് എല്ലാ ഭക്ഷണം വിളമ്പുന്നത് ചിരട്ടത്തവിയായിട്ട് പ്രത്യേകിച്ച് ചിരട്ടയുടെ വെള്ളം കുടിക്കേണ്ട ആവശ്യം വന്നില്ല. അതുപോലെ കുറച്ച് പേർക്കെങ്കിലും അറിയാം, പ്ലാവിലെ കുമ്പിള് കുത്തിയിട്ട് കഞ്ഞി കുടിച്ച്, ചൂട് കഞ്ഞിയൊക്കെ അല്ലേ? എല്ലാ പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ആലോചിച്ചോക്കെ, അങ്ങനെ കുടിച്ച ആളുകൾക്ക് ആർക്കും അൾസർ ഉണ്ടായിരുന്നില്ല. പറമ്പിലൊക്കെ പണിയെടുത്ത് വന്നിട്ട് അല്ലേ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കുമല്ലോ, ചൂട് കഞ്ഞി, നല്ല തവിടുള്ള അരിയുടെ കഞ്ഞി ഇങ്ങനെ പ്ലാവിലെ കുമ്പിള് കുത്തിയിട്ട് ഇങ്ങനെ കോരി കുടിച്ച സമയത്ത് ആർക്കും അൾസർ ഉണ്ടായിരുന്നില്ല. ഇന്ന് അൾസർ പോകാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന കാര്യം പഴുത്ത പ്ലാവിലെ പരുതി പോവാണ്. എന്നിട്ട് അതിന്റെ ഞെട്ടെടുത്തിട്ട് വെന്ത വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഗതികളെ ചോദിക്കുക. പക്ഷെ ഇതൊന്നും ഇനി പറഞ്ഞാൽ എത്ര പേര് ചെയ്യും? പ്ലാവിലെ കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാൻ പറഞ്ഞാൽ ചെയ്യോ? ആർക്കാ സമയവുമില്ല. ഇതൊക്കെ ചെയ്തിരുന്ന കാലത്ത് ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാത്രങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ന് അലൂമിനിയം പാത്രങ്ങളാണ് കൂടുതലും നമ്മൾ പാചകത്തിനെടുക്കുന്നത്. അത് മാത്രമല്ല, പ്രഷർ കുക്കറുകളാണ് ഉപയോഗിക്കുന്നത്. എന്താ കാരണം? പ്രഷർ കുക്കർ ഉപയോഗിക്കാൻ കാരണം എന്തായിരിക്കും? സമയ ലാഭം, ഇന്ധന ലാഭം, പിന്നെയോ
വേഗം ഒറ്റ വിസിൽ മതി. എത്ര വിസിൽ മതി? ഒറ്റ വിസിൽ മതി. 120 വയസ്സ് വരെ ഇവിടെ ജീവിക്കണം. നമുക്ക് 55-60 ആകുമ്പോൾ തന്നെ വിസിൽ വരും, ഒറ്റ വിസിൽ വരും. എങ്ങോട്ടുള്ളത്? ഇതാണ് ലാഭം, ശരിയല്ലേ? അലൂമിനിയം പാത്രങ്ങൾ, പ്രത്യേകിച്ച് പ്രഷർ കുക്കറിലാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിൽ വിസിൽ നേരത്തെ വരും, ഗ്യാരണ്ടിയാണ്. ഒരു കാരണവശാലും അലൂമിനിയം പാത്രങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പണ്ട് കാലങ്ങളിൽ കക്കൂസിൽ വെള്ളം പോലും വെക്കാൻ പോലും ഉപയോഗിക്കാത്ത ലോഹമാണ് ഇത്, അലൂമിനിയം. അലൂമിനിയം പാത്രത്തിൽ കക്കൂസിൽ വെള്ളം വെക്കാൻ സമ്മതിക്കില്ല പ്രായമുള്ളവർ. ആ അലൂമിനിയത്തിൽ നമ്മൾ 3 നേരത്തെ 4 നേരവും ഭക്ഷണം പാചകം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം അല്ലേ? അപ്പോൾ പാത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പാത്രങ്ങൾക്കും പങ്കുണ്ട് ആരോഗ്യമായിട്ട്. പണ്ട് ചില്ല് പാത്രങ്ങളിലും ഭരണികളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത് മുഴുവനും പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറി. സ്ഥിരമായിട്ട് അരി സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ മിഠായി ഭരണികളും മറ്റു ജാറുകളൊക്കെ ഒഴിവാകുന്ന സമയത്ത് സ്ഥിരമായിട്ട് സാധനം മേടിക്കണമെങ്കിൽ ചിലപ്പോൾ ഫ്രീ കിട്ടും. നമുക്ക് എന്തെങ്കിലും ഫ്രീ കിട്ടുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ജാറ് കൊണ്ടുപോയിട്ട് നമ്മൾ സകല സാധനങ്ങൾ സൂക്ഷിച്ചു നോക്കും, ശരിയല്ലേ? ആണല്ലോ, ഫ്രീ കിട്ടിയ സന്തോഷമല്ലേ? അപ്പോൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് ഒന്നാലോചിച്ച് നോക്കിയേ, വെളിച്ചെണ്ണ നമ്മൾ ഇപ്പോൾ RCBയിൽ വന്നതിന് ശേഷം എല്ലാവർക്കും മാറ്റം വന്നിട്ടുണ്ടാവും. എന്നാലും പാചക എണ്ണ വെച്ച് വെച്ചിരിക്കുന്ന എവിടെയായിരിക്കും? പ്ലാസ്റ്റിക് കുപ്പിയിലായിരിക്കും. പാല് മേടിക്കുന്ന കുപ്പി ഏതാ? കുടിക്കാൻ കൊണ്ടുപോകണ കുപ്പി ഏതാ? വെള്ളം കൊണ്ടുപോകണ കുപ്പി ഏതാ? ഇല്ലേ? അപ്പോൾ ഇങ്ങനെ പാലും പഞ്ചസാരയും നല്ല സാധനങ്ങളും പുളി അടക്കമുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിലാണ്. പ്രത്യേകിച്ച് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ആണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്, ശരിയല്ലേ? ഇപ്പൊ ഇരിക്കണം, കസേരയുടെ കാല് പൊട്ടിയാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല, പറ്റുമോ? ഇത് കൊണ്ടുപോകാൻ ആൾ വരും അല്ലേ? ഗുജരി എന്ന് പറയും അല്ലേ? ഗുജരി കൊണ്ടുപോകും, എന്നിട്ടോ പിന്നെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വരും. ഒരു പക്ഷേ ഒരു ജാറായിട്ടോ അല്ലേ, ഒരു മഗ്ഗായിട്ടോ ബക്കറ്റൊക്കെ ആയിട്ട് വേറെ രൂപത്തിൽ ഈ സാധനം നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ജാറിന്റെ മാർക്കറ്റിനേക്കാളും 10 രൂപ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് 5 ജാർ ഒന്നിച്ച് മേടിക്കും, അതിന് സകല സാധനം ഇട്ട് വെക്കും അല്ലേ? ഇതാണ് അവസ്ഥ. റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പാത്രങ്ങൾക്കും നമ്മുടെ ആരോഗ്യമായിട്ട് വലിയ പങ്കുണ്ട്. പിന്നെ നമ്മൾ വാങ്ങുന്ന പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ അല്ലേ, മത്സ്യം, മാംസം, പാക്കറ്റ് പാല്, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, കുടിവെള്ളം 20 രൂപ കൊടുത്ത് കുപ്പിവെള്ളം മേടിക്കില്ലേ? നമ്മുടെ വീട്ടിൽ അതുപോലത്തെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ഒരാഴ്ച കഴിച്ചാൽ ആ വെള്ളം നമ്മൾ കുടിക്കുമോ? കുടിക്കില്ല. പക്ഷെ കടയിൽ നിന്ന് മേടിക്കുന്ന കുപ്പി വെള്ളത്തിന് നല്ല കണ്ണീര് പോലത്തെ വെള്ളമല്ലേ? എത്ര മാസം കഴിഞ്ഞാലും അതിൽ വല്ല പ്രശ്നം വരുന്നുണ്ടോ? ഒന്നുമില്ല. എന്താ ആ വെള്ളം അങ്ങനെ ഇരിക്കാൻ കാരണം? അതിലും ഒരു കെമിക്കൽ ചേർക്കുന്നുണ്ട് അല്ലേ? എന്താ കെമിക്കലിന്റെ പേര്? ബ്രോമേറ്റ് എന്ന് പറയും. ഈ ബ്രോമേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കെമിക്കല് കുടിവെള്ളത്തിൽ ചേർക്കാം. അനുവദനീയമായ അളവെന്ന് പറയുന്നത് വെറും 4% മാത്രം WHO പറയുന്നത്. വെറും 4% ചേർത്താൽ നമ്മുടെ ശരീരത്തിന് അത് ഹാനികരമൊന്നും ആവില്ല. പക്ഷേ മാർക്കറ്റിലെ കുപ്പിവെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ 17 മുതൽ 27% വരെയാണ് ബ്രോമേറ്റിന്റെ പെർസെൻറ്റേജ് കണ്ടെത്തിയത്. എന്താ സൈഡ് എഫക്റ്റ്? മുടി കൊഴിച്ചിൽ, വലിയ തോതിൽ മുടി കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ക്യാൻസർ സാധ്യതയല്ല, ഗ്യാരണ്ടി. സാധ്യതയൊന്നുമില്ല ഇവിടെ, എന്താണ് അത്? ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഈ രീതിയിൽ കുപ്പിവെള്ളം, പാലോ, എങ്ങനെയാ പാലുണ്ടാക്കണേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളെ വീടുകളിൽ എത്ര വീടുകളിൽ പശുവിനെ വളർത്തുന്നുണ്ട്? പശുവുള്ള വീട് എത്ര പേര്? കോഴിക്കോട് അവിടെയും മോശമൊന്നുമല്ല. ഒരാളേ ഉള്ളൂ അല്ലേ? 2 ആള് വീട്ടിൽ പശുവുണ്ട്, 3 ആള് വീട്ടിൽ പശുവുണ്ട്. പശു ഉണ്ടോ? അല്ല, തട്ടം ശരിയാക്കിയത് അല്ലേ? ഞാൻ പശുവിന്. അപ്പൊ കുഴപ്പമില്ല. അപ്പം 4 പേര്. ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ടാവും വിനോദ് സാറേ? ഏകദേശം എത്ര പേരുണ്ട് ഇവിടെ? 80 ആളുണ്ട്. പക്ഷേ 3 ആളെ കൈവന്നിച്ചുള്ളൂ, പശുവിനെ വളർത്തുന്നുള്ളൂ. പക്ഷെ പാല് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? കൈയൊന്നും പൊന്തിക്കണ്ട. വളരെ കുറഞ്ഞ ആൾ മാത്രമേ പാല് ഉപയോഗിക്കാത്തവരുണ്ടാവുള്ളൂ അല്ലേ? ബാക്കി വലിയ ശതമാനം ആളുകളും പാല് ഉപയോഗിക്കുന്നവരാ. അപ്പൊ ഉൽപാദനം കുറവും ഉപയോഗം കൂടുതലും. എങ്ങനെ മേച്ചാവും? അവിടെയാണ് കൃത്രിമ പാലിന്റെ കടന്നു വരും. അപ്പോൾ സർക്കാരിന്റെ കണക്ക് പറയുന്നു 64.8% പാലും ഇന്ന് മാർക്കറ്റിൽ വിറ്റ് ചെലവാക്കുന്നത് കൃത്രിമ പാലാണ്. പലതരത്തിലുള്ള വെളുത്ത പൊടികളിൽ പലതും ചേർത്തുകൊണ്ടൊക്കെ പാലിൻ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, പാക്കറ്റ് പാലായിട്ട്. നല്ല വെളുത്ത പരന്ന അവലും പച്ചവെള്ളവും യൂറിയ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കൃത്രിമമായിട്ട്. എന്നിട്ടോ നല്ല പത വരണമെങ്കിൽ അതിൽ ഷാമ്പു ചേർത്താൽ മതി, നല്ല പത കിട്ടും. ഒരു പാത്രത്തിൽ മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു കഴിക്കുമ്പോൾ നല്ല പതയൊക്കെ വേണമല്ലോ. അങ്ങനെയല്ലേ പാലിന്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ നോക്കുക. ഇനിയോ ഇത് കേട് വരാതിരിക്കാൻ അതിൽ ഫോർമാലിനും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് കേടുവരികയില്ല. ഫോർമാലിന്റെ ഉപയോഗം സത്യത്തിൽ എവിടെയാണ്? മീനിന് ഉപയോഗിക്കേണ്ട സാധനം അല്ല ഫോർമാലിൻ, ഉപയോഗിക്കുന്നതേ ഉള്ളൂ. മോർച്ചറിയിൽ ശവം അഴുകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ ഫോർമാലിൻ. അതെവിടെ ചേർക്കണു? ഇപ്പൊ പറഞ്ഞപ്പോൾ അതും കൂടി കൂട്ടി പറയാൻ മത്സ്യത്തിൽ ചേർക്കുന്നുണ്ട്. മത്സ്യത്തിൽ ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. കാരണം മത്സ്യത്തിൽ ഐസ് ഇട്ടല്ലേ വരുന്നത്. ആ ഐസ് ഉണ്ടാക്കുമ്പോൾ അതിലെന്ത് ചേർക്കും? ഫോർമാലിൻ ചേർക്കും. എന്നിട്ട് ആ ഐസ് മത്സ്യത്തിലിടും. അപ്പോൾ മത്സ്യം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മുടെ വീടുകളിലേക്ക് വരുന്ന മത്സ്യത്തിൻ്റെ ഒക്കെ വയറ് പൊട്ടിയതാണെങ്കിൽ നമ്മൾ വാങ്ങും. ഏതാ വാങ്ങാം?
പൊട്ടിയത് വാങ്ങും പൊട്ടാത്തത് വാങ്ങും? ആ ഗ്ലാമറുള്ള മത്തിയെ വാങ്ങുള്ളൂ. ഏതാ നല്ലത്? ആ നേരത്തെ പറഞ്ഞ പോലെ സംഗതി നമുക്കറിയാം, പൊട്ടിയതാ നല്ലത് അല്ലേ? അപ്പൊ ഈ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള കെമിക്കൽ ചേർത്തിട്ടുള്ള മത്സ്യവും മാംസവും അതുപോലെ കുടിക്കുന്ന വെള്ളവും സകല സാധനം ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് വരെയുള്ള സാധനങ്ങളിൽ മുഴുവനും വിഷവും മായവും വരുമ്പോൾ അതെല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രോഗം വരുമല്ലോ. എല്ലാവരും ആർസിമിന്റെ ആളുകളായതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ അതിൻ്റെ ഒരു മറുപടി പറയാണ്. ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചോ. ഞാൻ ഓരോന്നായിട്ട് പറയുന്നത് ഓരോ ഭാഗങ്ങൾ ക്ലോസ് ചെയ്ത് പോകാന്ന് വെച്ചിട്ടാണ്.